ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇന്ന് ബോട്ടിൽ കൊണ്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ കാറാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡ്രിഫ്റ്റിംഗ് കാറാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിൽ പോകാം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇതുപോലൊരു ബോട്ടിൽ വേണം. ഇനി നമുക്ക് ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നും നിലത്തോട്ട് ഒന്ന് കട്ട് ചെയ്യണം. അതേപോലെ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യണം. ഇത് കട്ട് ചെയ്യാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും. സമയമെടുത്ത് കട്ട് ചെയ്താൽ മാത്രമേ നമുക്കത് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ആ താഴത്തെ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്ക് ഫ്രണ്ടിലൊരു ചില്ല് പോലെ പിടിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇനി മുന്നോട്ടുള്ള വീഡിയോയിൽ അത് കാണുമ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാവും. നമുക്ക് കട്ട് ചെയ്ത് ഏതാണ്ട് ഇങ്ങനെ ഒരു മോഡലിൽ കിട്ടും. ഇപ്പം നമുക്ക് ഫ്രണ്ടിലൊരു ചില്ല് പോലത്തെ മോഡലിൽ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഈ രീതിയിൽ വേണം നമ്മളിത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്ക് 4 കുപ്പിയുടെ അടപ്പ് വേണം. ഇതുപോലത്തെ ഇതൊരു പഴയ കാറിൻ്റെ ഒരു ഡ്രമ്മാണ്. ഇത് നമുക്ക് കുപ്പിയുടെ അടപ്പിനുള്ളിലോട്ട് വെച്ചൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമുക്ക് 4 ടയർ സെറ്റ് ചെയ്തെടുക്കണം. നമുക്കിനി ഒരു കമ്പിയിലോട്ട് ഒരു ഗിയർ പിടിപ്പിച്ചെടുക്കണം. നമുക്കിനി ആ കമ്പി ഒരു വീലിലോട്ട് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ ബാക്ക് വീലാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതിനായിട്ടൊരു സ്ട്രോയും കൂടെ ഇതുപോലെ കയറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീല് കിടന്ന് നല്ല ഫ്രീ ആയിട്ട് കിടന്ന് കറങ്ങും. ഇനി നമുക്ക് ഇതുപോലെ ഒരു മിനി മോട്ടർ വേണം. നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ ഒരു വീലിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പിടിപ്പിച്ച് കൊടുക്കണം. അതായത് നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്ത ആ സ്ട്രോയുടെ മുകളിലായിട്ട് മോട്ടർ ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് വെക്കണം. ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇതുപോലെ ഒരു സെർവോ മോട്ടർ വേണം. ഇത് നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫ്രണ്ടിലെ വീലിലോട്ട് ഇതുപോലെ സ്ട്രോ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് ഇതേപോലെ സെർവോ മോട്ടർ ഒട്ടിച്ച് കൊടുക്കണം. ഞാനിവിടെ ഗ്ലൂ ഉപയോഗിച്ച് സെർവോ മോട്ടർ ഓൾറെഡി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുപ്പിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് സെർവോ മോട്ടറിൻ്റെ അളവിലൊരു ഹോൾ ഇട്ടെടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സെർവോ മോട്ടർ അതിൻ്റെ അകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിവിടെ ഒരു ഹോൾ ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനുള്ളിലോട്ട് സെർവോ മോട്ടർ കയറ്റി വെച്ചിട്ട് കുറച്ച് ഗ്ലൂ ഉപയോഗിച്ച് ഇത് ഒട്ടിച്ച് വെക്കാം. ഞാനിവിടെ ഗ്ലൂ ഇട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റിയറിംഗ് സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിലെ വീല് പിടിപ്പിച്ച് കൊടുക്കാം. നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ബാക്കിലെ വീലും ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ച് കൊടുക്കണം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടി ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മുടെ ഈ 2 വയറുകളും അതിനുള്ളിലോട്ട് കടത്തിയെടുക്കണം. ഈ ഒരു സ്പീഡ് കൺട്രോളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് മോട്ടറിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ആ സ്പീഡ് കൺട്രോളർ മോട്ടറിൻ്റെ 2 വയറിലോട്ടും ഇതുപോലെ പിടിപ്പിച്ചു കൊടുക്കണം. ഇനി നമുക്ക് പിടിപ്പിക്കേണ്ടത് റിസീവറാണ്. അപ്പോൾ ഞാൻ ഈ ഒരു റിസീവറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. FS56 എന്നാണ് ഇതിൻ്റെ പേര്. ചാനൽ നമ്പർ 3 നമുക്ക് മോട്ടറിൻ്റെ ആ ഒരു കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ചാനൽ നമ്പർ 4 സെർവോ മോട്ടറിൻ്റെ ആ കണക്ടർ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടൊരു പവർ സപ്ലൈ കൊടുക്കണം. അതിന് ഈ ഒരു UBSC ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി റിസീവറിൽ ബാറ്ററി എന്ന് എഴുതിയിരിക്കുന്ന ആ ഒരു പിന്നിലോട്ട് നമുക്ക് ഈ UBSC കണക്ട് ചെയ്ത് കൊടുക്കണം. ഒരു 7.4 വോൾട്ട് ലിപ്പോ ബാറ്ററിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഇനി ലിപ്പോ ബാറ്ററി UBSCയിലോട്ട് നമുക്ക് കണക്ട് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്യുമെന്ന് നോക്കാം. നമ്മളപ്പോൾ ഈ ഒരു റിമോട്ട് വെച്ചാണ് നമ്മുടെ കാറിനെ കൺട്രോൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമുക്ക് നേരെ ആ വീഡിയോയിലോട്ട് പോകും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കാറ് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്ക് വീല് ഫ്രണ്ടോട്ടും ബാക്കിലോട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റിയറിംഗ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. മൊത്തത്തിലെല്ലാം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും ആ ഒരു വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മാക്സിമം ഷെയർ ചെയ്യണം ഈ വീഡിയോസൊക്കെ. പുതിയതായിട്ടാണ് ആരെങ്കിലും ഒക്കെ ഈ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.